കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് ട്രേഡിംഗ് എന്നും എന്താണ് ഫോറക്സ് എന്നും നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി എങ്ങനെ ട്രേഡ് ചെയ്യാമെന്ന് നോക്കാം. ഇപ്പൊ നമുക്ക് ഡയറക്റ്റ് പോയി ട്രേഡ് ചെയ്യാൻ കഴിയുകയില്ല. ട്രേഡ് ചെയ്യുന്നതിന് ഒരു ബ്രോക്കറിന്റെ ആവശ്യമുണ്ട്. ഈ ബ്രോക്കർ രണ്ട് തരത്തിലാണ് ഉള്ളത്. ഒന്ന് STP ബ്രോക്കർ, രണ്ട് ഡീലിംഗ് ഡെസ്ക് ബ്രോക്കർ. എന്താണ് STP ബ്രോക്കർ? സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഡയറക്റ്റ് ഒരു ഇടനിലക്കാരനും ഇല്ലാതെ തന്നെ ഒരു ഷോപ്പിൽ നിന്ന് സാധനം നിങ്ങളുടെ വീട്ടിലോട്ട് ഓർഡർ ചെയ്യുന്നു. ഇതേ മെത്തേഡ് തന്നെ ട്രേഡിങ്ങിലോട്ട് പോകുമ്പോൾ STP ബ്രോക്കർ നിങ്ങളെ ഒരു ഇടനിലക്കാരനും ഇല്ലാതെ തന്നെ ഡയറക്റ്റ് മാർക്കറ്റുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾ ഇടുന്ന ട്രേഡ് STP ബ്രോക്കർ ഒരു ഇടനിലക്കാരനും ഇല്ലാതെ തന്നെ അതത് ബാങ്കുകളുടെ സെൻട്രൽ ബാങ്കുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഇതാണ് STP ബ്രോക്കർ. എന്താണ് ഡീലിംഗ് ഡെസ്ക് ബ്രോക്കർ? ഇപ്പോൾ നേരത്തെ STP ബ്രോക്കറിൽ നിങ്ങൾ ഇടുന്ന ട്രേഡിനെ ഡയറക്റ്റ് അതത് രാജ്യങ്ങളുടെ ബാങ്കുമായിട്ട് കണക്ട് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. എന്നാൽ ഡീലിംഗ് ഡെസ്ക് ബ്രോക്കറിൽ ഡയറക്റ്റ് കണക്ട് ചെയ്യുന്നില്ല, പകരം അവരുടെ സിസ്റ്റത്തിൽ തന്നെയാണ് രേഖപ്പെടുത്തുന്നത്. ഇത് തേർഡ് പാർട്ടി മുഖേന ഓർഡർ കൊടുക്കുന്നത് പോലെയാണ്. ട്രേഡിംഗ് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തീർച്ചയായും STP ബ്രോക്കർ മാത്രം ചൂസ് ചെയ്യുക. ഏതൊക്കെയാണ് STP ബ്രോക്കർ എന്നും ഏതൊക്കെയാണ് ഡീലിംഗ് ഡെസ്ക് ബ്രോക്കർ എന്നും ട്രേഡിംഗ് പഠിച്ചു തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക.